ഇറങ്ങിയ സമയത്ത് വലിയ ചലനമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും സമീപകാലത്ത് റീൽസിലൂടെയും മറ്റും വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയ മനോഹരമായ ഗാനം. രഞ്ജിൻ രാജിൻ്റെ ഗാനങ്ങളുടെ ഒരു പതിവ് ശൈലിയുണ്ട്. ആളുകളുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ള ഗാനം. എന്നോമൽ നിധിയല്ലേ കൺപീലി മനയല്ലേ എന്നാളും മരികെ ഞാൻ കാവലായി. ആദ്യം ഈ പാട്ട് ദാസേട്ടനെ കൊണ്ട് പാടിക്കാനായിരുന്നു രഞ്ജൻ രാജിനും ഈ ചിത്രത്തിൻ്റെ മറ്റ് അണിയറ പ്രവർത്തകർക്കും താല്പര്യം. ദാസേട്ടൻ അമേരിക്കയിലാണ്. മറ്റു ചില കാരണങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കൊണ്ട് ഈ പാട്ട് പാടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് മലയാളത്തിൻ്റെ അനുഗ്രഹീത കലാകാരൻ മധു ബാലകൃഷ്ണനിലേക്ക് ഈ ഗാനം എത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ദാസേട്ടൻ പാടണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു പാട്ടാണ് അവർ, പ്രത്യേകിച്ച് രഞ്ജിനും എല്ലാവരും. അപ്പോൾ എന്തോ അന്ന് ദാസേട്ടൻ അമേരിക്കയിലാണ്, അന്ന് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അടുത്ത് എന്നെ ഈ പാട്ട് പാടിപ്പിക്കാൻ ഇടയായതെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഇങ്ങനൊരു പാട്ട് പാടാൻ സാധിച്ചത് വളരെ ഒരു വലിയ ഭാഗ്യം. നല്ലൊരു മെലഡിയാണ്. ചിത്രത്തിൻ്റെ പേര് പോലെ താനൊരു കാവലാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഗാനത്തിൻ്റെ വരികൾ. മധു ബാലകൃഷ്ണൻ്റെ മനോഹരമായ ശബ്ദം പ്രേക്ഷകനെ ഈ ഗാനത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അദ്ദേഹത്തിനും ഒരു നിയോഗം പോലെ കൈവന്ന ഗാനമായിരുന്നു ഇത്. നീലാംബരി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മധുവിൻ്റെ ശബ്ദത്തിന് വല്ലാത്തൊരു ആർദ്രതയുണ്ട്. ആളുകളുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു സ്വഭാവമുണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന്. അതുകൊണ്ട് തന്നെയാകണം ഇറങ്ങിയ സമയത്ത് അത്ര ഹിറ്റായില്ലെങ്കിലും പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു ഗാനമായി ഇത് മാറാൻ കാരണം. ഇന്നും നമ്മുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ അതിലെവിടെയെങ്കിലും ഈ പാട്ടിന് ഒരു ഇടമുണ്ടാകുമെന്ന് ഉറപ്പ്. എന്നോമൽ നിധിയല്ലേ കൺപീലി മനയല്ലേ എന്നാളും മരികെ ഞാൻ കാവലായി.